ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് കളിക്കാൻ വന്ന ബസ് സിമുലേറ്റർ ആണ്. പ്ലീസ്, നമുക്ക് ജയഗുരു വേണ്ട. ഈ ലൈറ്റൊക്കെ കത്തിച്ച് പറപ്പിച്ച് വിടാൻ ഒരു ബസ്സുണ്ട്. ജയഗുരു ഉപയോഗിക്കാം, ബട്ട് ഭയങ്കര സ്പീഡാണ് ഗൈസ്. സ്പീഡ് കാരണം ഒന്നും കാണാനൊക്കത്തില്ല. അതാ മെയിൻ പ്രശ്നം. ഇതാകുമ്പോൾ ലൈറ്റിങ് കത്തിച്ച് വിടാം. കൊമ്പനാ ഗൈസ്, കൊമ്പൻ. ഈ മോഡിഫൈ ചെയ്തപ്പോൾ ഈ അടിയിലത്തെ ഈ കളർ ശരിയായോ? കളർ ഏതിടണമെന്ന് സംശയം. കണ്ട ഈ ടയറിൻ്റെ പടി. നിങ്ങൾ ഏത് കളർ വേണമെന്ന് അതിടാം. കമൻറ്റ് ചെയ്യുക, വിട്ടാൽ അതിടാം. പിന്നൊന്ന് സെറ്റാ. ഇന്ന് മാപ്പ് ടൂർ മോഡ് വേണം. ടൂർ മോഡ് സ്ഥലം ഫാമിലി ആയിട്ട് ഇതെന്തോ ഫാമിലി. ഇവിടെ തന്നെ പോകാം. ആടൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നേരെ കളിയിലേക്ക് വരാത്തോ. വാ കേറി. പ്ലീസ്, ലൈറ്റൊക്കെ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക. ലൈറ്റിന് ഏത് കളർ ഇടണമെന്നും കമൻറ്റ് ചെയ്യുക. ഞാൻ മഞ്ഞ ഇട്ടേക്കുന്നത്. മഞ്ഞ, വെള്ള, ബ്ലൂ ഒക്കെ ഉള്ളൊരു കളർ. ഇതാണ് നമ്മളെ ബസ് ഇന്റീരിയർ അത്ര ലുക്കില്ല. ഏതൊക്കെ ഇന്റീരിയർ ഇട്ടേ, ബട്ട് ഇതിൻ്റെ പുറമെ സീന. ഈ ലൈറ്റ് ഉള്ളതാണ് ഇതിരുന്നേ, അല്ലെങ്കിൽ ഞാൻ ജയഗുരു ഇടത്തോളൂ. ജയഗുരു ലൈറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല, സെറ്റാ. അപ്പം നമുക്ക് പോവാം. സ്പീഡില്ല, ഇത്രേ ഉള്ളൂ പ്രശ്നം. ലൈറ്റ് എത്തിച്ചു പോകാൻ, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും എടുക്കത്തില്ല. നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിറങ്ങാം, അല്ലെങ്കിൽ യുവമാരെ ഒറ്റിടിയായിരിക്കും. നേരെ പോവാം. നമ്മളെപ്പോലൊരു ബസ്. ഫ്രീ മോഡൊക്കെ നമുക്ക് ഫ്രീ മോഡ് കളിക്കണമെങ്കിൽ പറ. ഫ്രീ മോഡ് കളിക്കണമെങ്കിൽ ഞാൻ യുവമാരുടെ പുറവേ പോകും. യുവമാരെ ഞാൻ റേസ് അടിച്ച്, യുവമാരെ ഭയങ്കര സ്പീഡാണ്. യുവമാരൊക്കെ ആയിട്ട് കളിക്കും. മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ മൾട്ടിപ്ലെയർ അല്ലാതെ കളിച്ചിട്ടുണ്ട്. സെറ്റാണ് കൈ, സെറ്റ്. ഇതറിഞ്ഞ നല്ല ഒരെണ്ണം കാണാൻ കിട്ടത്തില്ല. മൾട്ടിപ്ലെയർ നല്ല രീതിയിൽ സെറ്റാണ്. കമൻറ്റ് ചെയ്താൽ മൾട്ടിപ്ലെയർ കളിക്കാം. ഇനി ടയറിൻ്റെ അടി എന്നാൽ കളറും കൂടെ എന്തുവാ കമൻറ്റ് ചെയ്യും. ഇടിച്ചില്ല. ഇടിച്ച് കുറുക്കൊരി കൂടെ കയറി പോവാം. ഇടിച്ച് തെറിപ്പിച്ചങ്ങ് പോവാം. സമയമൊന്നുമില്ല. കൺട്രോൾ കിട്ടുന്നില്ല. നമുക്ക് ഇനി റൂൾസൊക്കെ പാലിച്ച് അവിടെ ഇരിക്കാതെയും മറിക്കാതെയും പോവാം. ഞാനൊരു റൂൾസ് മാനാകും. ഇൻഡിക്കേറ്ററിൽ ഇറങ്ങുക, ഹോണൊക്കെ അടിച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മളിനി റൂൾസൊക്കെ പാലിച്ച് വേണം പോകാൻ. കാരണം വണ്ടി ആളൊക്കെ ഉള്ളതായി. ബട്ട് സിഗ്നലൊക്കെ പാലിക്കാൻ വല്ലപ്പോഴും ഒക്കെ തെറ്റിക്കാം. വല്ലപ്പോഴും അല്ല, എപ്പോഴും തെറ്റിക്കാം. വളച്ചങ്ങ് എടുത്തോണം. പാട്ടിടാൻ പറ്റും. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പാട്ടിട്ടുണ്ട്. ഞാൻ സ്പോട്ടിഫൈയിൽ കയറിയിട്ട് ഇതിനകത്തൊന്ന് പാട്ടിട്ടോ. അല്ലേ ഇതിനകത്തൊന്ന് പാട്ടിടാനുള്ള ഓപ്ഷൻ പറ്റത്തില്ല ഗൈസ്. അത് ഇതിനകത്ത് പറ്റത്തില്ല. എൻ്റെ ഡിവൈസിൽ പറ്റും, പക്ഷേ ഞാൻ ചെയ്യത്തില്ല. ഇച്ചിരി കഷ്ടപ്പാടാണ്. ബട്ട് 45 ഇടുവാണെങ്കിൽ 45 അല്ലാതെ നമ്മളെ ഫോണിൽ തന്നെയൊക്കെ ഒത്തിരി ആപ്പുണ്ട്. അതിനകത്ത് നേരത്തെ ഡൗൺലോഡായി കിടക്കുന്ന അതിട്ടാലും അതിനകത്ത് ഞാൻ ആദ്യം ഇടുന്നത്. ഇപ്പോൾ 45 അതിനകത്തൊക്കെ ഇട്ടാൽ കിട്ടും ഗൈസ്. നമുക്ക് വളച്ചെടുത്തോണം. സ്ഥലം ഒത്തിരി ദൂരമുണ്ട്. കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും. അതാണ്ട് പോകുന്നു. ഈ ലൈറ്റൊക്കെ കണ്ട് അയ്യോ ഞാൻ മൊത്തം മോഡിഫൈ. ഇനി മേളിൽ കമ്പിയൊക്കെ വെക്കണം. കമ്പി വെച്ചാൽ ലുക്കുണ്ടോയെന്ന് അറിയാൻ വയ്യ.
അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെന്ന വെക്കണോ നോക്കിയതാ, പക്ഷേ അപ്പം പൈസ ഇല്ല. ഇപ്പം എനിക്ക് 53 കൂടുതലുണ്ട്. എനിക്ക് 60,000 ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി നേരം മുന്നേ എന്താണ്ട് എടുത്ത് ഈ വണ്ടി റിപ്പയർ ചെയ്ത് അങ്ങനെ പോയി. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളോട് ചെയ്തപ്പോൾ പോയി. മഴ മഴ, റിയലായിട്ടും മഴ, ഇതിനകത്തും മഴയേ ഉള്ളു ഗൈസ്. ഉമ്മൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഇറങ്ങുന്നു. അയ്യോ ഉയ്യോ, ഉമ്മാരെന്തു കാണിക്കുന്നേ? ഉമ്മാരുള്ള ഞാനാണോ? ഞാൻ നല്ല രീതിയിൽ വളഞ്ഞു വരുമ്പോൾ ഇവന്മാർ കയറ്റി അങ്ങ് വെക്കും. ഞാൻ ഇച്ചിരി സൈഡിലോട്ട് വളയ്ക്കുമ്പോൾ അപ്പർ സൈഡിൽ നിന്ന് വന്നിരിക്കും. ഇവന്മാരുടെ സ്പീഡ് നോക്കും. ഇവന്മാരുടെ വണ്ടി എടുത്ത് കളിക്കാം. ഇവന്മാർ പോകുന്ന ഈ കാറുണ്ടോ, എൻ്റെ ഒരു BMW ഫെറാറി കിടപ്പുണ്ട്, റോൾസ് റോയ്സ് കിടപ്പുണ്ട്. ശിവന്മാർ പോകുന്ന ഈ വണ്ടി ഉണ്ടോ, ഈ ട്രക്ക്, ഇതൊക്കെ എൻ്റെ കിടപ്പുണ്ട്. എന്തൊക്കെ കളിച്ചിടണമെങ്കിൽ കമൻറ്റ് ചെയ്യും. മീൻസ് ബൈക്ക് മാത്രമേ ഇതിനകത്ത് എടുക്കാൻ ഒക്കത്തില്ല. വേറെ ട്രക്ക്, എൻ്റെ ഇത് കിടക്കത്തുള്ള വേറെ വലിയ ട്രക്ക് 2 എണ്ണം ഉണ്ട്. നിങ്ങൾ ഏത് വെഹിക്കിൾ വേണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി, അതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ബൈക്ക് വെച്ച് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്തു, എല്ലാം എൻ്റെ ഉണ്ട്. മിനി വാൻ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എങ്ങനെ എടുത്താൽ മാത്രം എൻ്റെ അടുത്ത് ചോദിക്കല്ലേ. ഇതൊക്കെ ഞാൻ അപ്പോൾ ഉള്ളൊരു രീതി എടുത്തത്, അതൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ എടുത്ത സംഭവങ്ങളാണ്. ഇതിപ്പോൾ എടുത്തൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. പോട്ടെ ഉമ്മാർക്ക് പീരൊക്കെ ഉണ്ടോ? ഇപ്പൊ കണ്ടോ, ഇച്ചിരി അങ്ങോട്ട് അവിടെ കൊണ്ട് ഒറ്റ പിടിയാ. കണ്ട പിടിച്ചണ്ട. ഇതായവന്മാരുടെ കുഴപ്പം. വളച്ചെടുത്തോ മകനെ. ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല ഗൈസ്. കേറി അയ്യോ ഇവിടുന്നൊക്കെ കയറി വരുന്നോ? ഇത് ഞങ്ങൾക്കൊന്നും സ്ഥലം പോലും ഇല്ലടാ, ഒളയ്ക്കാൻ പോലും പറ്റത്തില്ലേ? എന്തിട്ടോ അത്, ഭയങ്കര കഷ്ടമാണല്ലോ ഇത്. ഈ സ്ഥലം തീരാറായി. ഈ സ്ഥലം തീർന്നു. ഇനി അടുത്ത സ്ഥലം. അടുത്ത സ്ഥലം ലോഡാവ്. എത്താറായി. എത്താറായില്ല, കുറച്ചുകൂടെ ഉണ്ട്. നിങ്ങൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. വളച്ച് വളച്ചെടുക്ക് മോനെ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടേ, ഇത്രയും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത് എന്ത് സ്ഥലം ഇത്? തമിഴ്നാടൊക്കെ പോലിരിക്കുന്നു. തമിഴ്നാട്ടിലെ വീടുകളെല്ലാം ഒട്ടിയിരിക്കും. ഭയങ്കര സ്പീഡാണ് എനിക്ക്. അയ്യോ വണ്ടി കേറി. ബോർഡറൊക്കെ കഴിഞ്ഞു. ഇങ്ങനൊക്കെ വളവൊക്കെ കൊണ്ടുവന്നു. വണ്ടിയുടെ കോല നോക്കട്ടെ. പ്രശ്നമൊന്നുമില്ല. ചെക്ക് എത്താറായെന്ന് തോന്നുന്നു. എന്തോ അടച്ചിട്ടേ, ഇനി എങ്ങനെ പോവും? സൈഡിലോട്ട് പോകാം. എത്തി. എത്തിയോ? എത്തി. എത്തി. ഇതെവിടെ സ്ഥലം? ഞാൻ കണ്ടപ്പോൾ ഇതേപോലൊന്നും ഇല്ലിരുന്നേ. ഇപ്പൊ കണ്ടിന്യൂ ആണ് എക്സിറ്റ് ഡ്രൈവർ. ഇതെങ്ങനെ സംഭവം? ഇവിടെ ബസ് സീൻ ഇരുന്നാൽ മതി മോനെ. അതെന്തോ സംഭവം?
അയ്യേ ഞാൻ എവിടെ വന്നേ? അതിൻ്റെ അകത്തോട്ട് സ്ഥലമുണ്ട്. അയ്യോ മഴ 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 എല്ലാവരും പെട്ടെന്ന് വരണം. കുടയൊക്കെ ഉണ്ടെങ്കിൽ നൂത്ത് പിടിച്ചോ, ഞാൻ ഇതിൻ്റെ അകത്ത് കയറട്ടെ. അയ്യേ ഒന്നുമില്ലേ ഗൈസ്, നമ്മളെ പറ്റിച്ച്. ഇന്നത് എന്തേലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ വണ്ടി ഏത് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ബൈക്ക് ഓടിച്ച് എന്തോ പറഞ്ഞാലും ഞാൻ ഇടുന്നതായിരിക്കും. ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.